ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ SSLC ICT ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ടെക്നോളജി ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, മറ്റ് പരീക്ഷകളൊക്കെ കഴിഞ്ഞ് ഇനി ICT പരീക്ഷ, അതിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷ, അതുപോലെ തന്നെ തിയറി പരീക്ഷ, അതുപോലെ റെക്കോർഡ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പരീക്ഷാ ഹാളിൽ വെച്ച് പല കുട്ടികൾക്കും പലതരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ ഈ ഒരു വിഷയത്തിന് ലഭിക്കാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ രജിസ്ട്രേഷനാണ്. നിങ്ങളുടെ റൂമിലുള്ള ഇൻവിജിലേറ്റർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും മീഡിയവും ഒക്കെ നിങ്ങളോട് ചോദിച്ച് അത് ടൈപ്പ് ചെയ്യാൻ നിങ്ങളെ സഹായിക്കും. എങ്കിലും നിങ്ങൾ ഒന്നുകൂടി ഉറപ്പുവരുത്തുക, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മീഡിയം അതുപോലെ രജിസ്റ്റർ നമ്പർ ശരിയാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം മലയാളം മീഡിയത്തിലുള്ള ഒരു കുട്ടിക്ക് ഒരുപക്ഷെ ഇംഗ്ലീഷ് മീഡിയമാണ് സെലക്ട് ചെയ്തതെങ്കിൽ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങളായിരിക്കും അവന് കിട്ടുക. അത് അപ്പോൾ പരീക്ഷ എഴുതാൻ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ളൊരു കുട്ടിക്ക് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതും ചിലപ്പോൾ അതിലെ ചില വാക്കുകളൊന്നും മനസ്സിലാവാതെ വരും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയമാണോ മലയാളം മീഡിയമാണോ ആ കാര്യം കൃത്യമായിട്ട് ആദ്യത്തെ മെനുവിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് വെക്കണം. രജിസ്റ്റർ നമ്പറും വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തണം. ഇനി ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ടൈപ്പ് ചെയ്തത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. ഇതിന് ശേഷം നിങ്ങൾക്കൊരു കൺഫർമേഷൻ മെസ്സേജ് കാണാം. ആ മെസ്സേജിൽ നിങ്ങളാണ് യെസ് അല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നോക്കാനുള്ള ഒരു അവസരമാണ്. അപ്പോൾ രജിസ്റ്റർ നമ്പർ ശരിയാണോ, നിങ്ങൾ സെലക്ട് ചെയ്ത മീഡിയം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് പരീക്ഷ ആരംഭിക്കാവുന്നതാണ്. ഇനി എങ്ങനെയാണ് പരീക്ഷാ സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. ഇവിടെ നമുക്ക് തിയറി പരീക്ഷ അതുപോലെ പ്രാക്ടിക്കൽ പരീക്ഷ എന്നുള്ള 2 വിഭാഗങ്ങളാണ് ഉള്ളത്. തിയറി പരീക്ഷയ്ക്ക് 10 മാർക്കാണ്. ഈ 10 മാർക്ക് കമ്പ്യൂട്ടർ തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് ശരിയായ ഉത്തരം തന്നെ സെലക്ട് ചെയ്തുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. തിയറി ഭാഗത്ത് 2 വിധത്തിലുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ വിഭാഗം 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് വെച്ചാൽ അതിന് 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ 4 ഓപ്ഷൻസിൽ ശരിയായ ഒരു ഓപ്ഷൻ നിങ്ങൾ അതിൻ്റെ നേരെയുള്ള ബോക്സിൽ ടിക്ക് ചെയ്തുകൊണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഓരോ ചോദ്യത്തിനും 1/2 മാർക്ക് വീതമാണ്. ഈ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി മാർക്ക് എന്ന് പറയുന്നത് 3 ആണ്. ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഇവിടെയും മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ്. അവിടെ 5 ഉത്തരങ്ങളിൽ 2 ശരിയായിരിക്കണം. ഇവ തിരഞ്ഞെടുക്കുക. ഓരോ ചോദ്യത്തിനും 1 സ്കോർ വീതമാണ്, പരമാവധി 7 സ്കോർ. അങ്ങനെ 7 3 10 മാർക്കാണ് നിങ്ങൾക്ക് തിയറി ഭാഗത്തു നിന്ന് കിട്ടുക. ഇനി പ്രാക്ടിക്കലിലേക്ക് വരുന്ന സമയത്ത് തിയറി എക്സാമിനേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽ എക്സാമിലേക്ക് കടക്കാം. പ്രാക്ടിക്കൽ എക്സാമിൽ നമുക്ക് 4 ഗ്രൂപ്പ് ചോദ്യങ്ങളാണ് കിട്ടുക. ഓരോ ഗ്രൂപ്പിലും 2 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് A, B എന്ന് പറയുന്ന 2 ഓപ്ഷനും വായിച്ച് നോക്കണം. അതിൽ ഏതാണോ നിങ്ങൾ പഠിച്ചത് അത് സെലക്ട് ചെയ്തുകൊണ്ട് വേണം സ്റ്റാർട്ട് എക്സാമിനേഷൻ കൊടുക്കാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യം വെച്ചുകൊണ്ട് നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പം 2 ഓപ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതിൽ നന്നായിട്ട് അറിയുന്നത് സെലക്ട് ചെയ്ത് എക്സാം ആരംഭിക്കുക. ഇവിടെ ഓരോ ചോദ്യത്തിനും 7 മാർക്ക് വീതമാണ്. അപ്പം 4 7 28 പിന്നെയുള്ള 2 മാർക്ക് നിങ്ങളുടെ റെക്കോർഡിനുമാണ്. ഇനി തിയറി എക്സാമിൽ നമ്മൾ കാണുന്ന ഒരു വിൻഡോയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, ഏറ്റവും മുകളിലായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഇനി ബാക്കിയുള്ള സമയവും അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആ സമയം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിനിഷ് തിയറി എക്സാം, ഇത് എല്ലാ ചോദ്യങ്ങളും എഴുതിയതിന് ശേഷം മാത്രമാണ് പ്രസ് ചെയ്യേണ്ടത്. അതുപോലെ ഫിനിഷ് എന്നുള്ള ഏത് ബട്ടൺ കണ്ടാലും ഇൻവിജിലേറ്ററുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത് പ്രസ് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് 10 ചോദ്യങ്ങളാണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ആദ്യത്തേൽ. അപ്പോൾ ഇവിടെ താഴെയായിട്ട് സ്കിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ കാണും. ഈ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല.
ഇവിടെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക, മൾട്ടിപ്പിൾ ചോയ്സസ്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് 10 ചോദ്യങ്ങൾ താഴെയായിട്ട് നമുക്ക് കാണാം. ഇതിൽ ഓരോന്നിലും നമ്മൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ചോദ്യം ആൻസർ ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഉത്തരം നൽകിയ ചോദ്യങ്ങൾ ഒരു നീല നിറത്തിൽ തന്നെ നമുക്കിവിടെ കാണാം. എന്നാൽ ഏതെങ്കിലും ചോദ്യം നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു നിറത്തിലാണ് ഇവിടെ കാണിക്കുക. അതുപോലെ അറ്റൻഡ് ചെയ്യാത്ത ചോദ്യങ്ങളും നമുക്കിവിടെ കളർ വ്യത്യാസത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. നമ്മൾ സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻ പച്ച നിറത്തിലായിരിക്കും. നമ്മൾ ഏതെങ്കിലും ചോദ്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ചുവന്ന നിറത്തിൽ കാണാം. അപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതിന് ഏറ്റവും നല്ലത് ഇവിടെ ഈ ഭാഗത്തുള്ള ഇതിൽ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ 3 ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻസ് ആൻസേർഡ്, 10 എണ്ണത്തിൽ 3 എണ്ണം ആൻസർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 10 ഔട്ട് ഓഫ് 10 ആവുന്നത് വരെ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ചെയ്യുക. ഈ ഒരു ഭാഗം പൂർത്തിയായി കഴിഞ്ഞാൽ അപ്പോഴും ഫിനിഷ് തിയറി എക്സാം അടിക്കാനായിട്ടില്ല. അതിൻ്റെ വലതുവശത്തായിട്ട് അടുത്ത 10 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, വ്യൂ വെരി ഷോർട്ട് ആൻസേഴ്സ്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഇടതുവശത്തായിട്ട് കാണാം. അതും അതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം ഇവിടെ 10 ഔട്ട് ഓഫ് 10 വെരി ഷോർട്ട് ആൻസേഴ്സും അതുപോലെ 10 ഔട്ട് ഓഫ് 10 ആയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇൻവിജിലേറ്ററുടെ അനുവാദത്തോടു കൂടി ഫിനിഷ് തിയറി എക്സാം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ സെക്ഷൻ, അതായത് വെരി ഷോർട്ട് ആൻസേഴ്സിൻ്റെ വിൻഡോ. ഇവിടെയും 10 എണ്ണം തന്നെയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ ചെയ്തപ്പോൾ അത് നീല നിറത്തിലായിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മൾ ചെയ്തിട്ടില്ല. മൂന്നാമത്തതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാം പച്ച നിറത്തിലായതിനു ശേഷം, എല്ലാം നീല നിറത്തിലായതിനു ശേഷമാണ് നമ്മൾ ഈ തിയറി എക്സാം അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത പ്രാക്ടിക്കൽ എക്സാം എന്നുള്ള ഭാഗത്തേക്ക് പോകേണ്ടത്. അപ്പോൾ അത് അവിടെ നിൽക്കുന്ന ഇൻവിജിലേറ്ററുടെ അനുവാദത്തോടു കൂടിയാണ് ചെയ്യേണ്ടത്. തിയറി എക്സാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. അതിനുശേഷം നമ്മൾ അതിൽ യെസ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തിയറി എക്സാം അവസാനിക്കുന്നു. ഇനി നമ്മൾ പ്രാക്ടിക്കൽ പരീക്ഷയിലേക്കാണ് പോവുക. ഇതാണ് നമ്മുടെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വിൻഡോ. ഇവിടെയാണ് പല കുട്ടികൾക്കും അബദ്ധം കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും വരാതിരിക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ട് മുകളിൽ, അതുപോലെ തന്നെ ടൈം റിമൈനിങ്, ബാക്കിയുള്ള സമയം. ഈ സമയം 0 ആവുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ 1, 2, 3, 4 ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിരിക്കണം. മിനിമം അറ്റൻഡ് ചെയ്യുകയെങ്കിലും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളിപ്പോൾ നാലാമത്തെ ഗ്രൂപ്പ് ചെയ്യാനുള്ള സമയം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ സ്കോർ എൻറ്റർ ചെയ്യാൻ കഴിയില്ല. എന്നാൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിൻഡോ, സ്കോർ ഇടാനുള്ള വിൻഡോ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൽ മാർക്ക് ഇടാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇനി ആ ചോദ്യം അറിയില്ലെങ്കിലും ആ ഗ്രൂപ്പിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്തെങ്കിലും ഇടണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഗ്രൂപ്പ് 1 ഒന്നാമത്തെ ചോദ്യമാണ്. ഇതിൽ 2 ചോയ്സ് ഉണ്ട്. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ചോയ്സ് 1, ചോയ്സ് 2. ഇപ്പോൾ ചോയ്സ് 1ലാണ് കിടക്കുന്നത്. ചോയ്സ് 1ൽ വന്നിട്ടുള്ള ചോദ്യം ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയറിൽ ഒരു സ്റ്റിക്കർ തയ്യാറാക്കാനുള്ള ചോദ്യമാണ്. ഇനി ഇത് കാണുമ്പോൾ തന്നെ ചാടി നമ്മൾ സ്റ്റാർട്ട് എക്സാം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ റേഡിയോ ബട്ടൺ രണ്ടാമത്തത് കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് അതെന്താണെന്നൊന്ന് നോക്കുക. ചോയ്സ് 2 എന്താണെന്നുള്ളത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ ചോയ്സ് 2ൽ ചിലപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ അത് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് വേണം നമ്മളിവിടെയുള്ള സ്റ്റാർട്ട് എക്സാം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പല കുട്ടികളും അറിയാതെ രണ്ടാമത്തെ ഓപ്ഷനൊക്കെ എടുത്ത് അത് അവർക്ക് അറിയാത്ത ചോദ്യമൊക്കെ എടുത്ത് കുടുങ്ങി പോകാറുണ്ട്. അപ്പോൾ രണ്ടെണ്ണവും 2 ചോയ്സും നമ്മൾ നോക്കുക. അതിലേതാണോ നന്നായിട്ട് അറിയുന്നത് ആ റേഡിയോ ബട്ടൺ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് എക്സാം കൊടുക്കുക. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാം ആരംഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചോദ്യം ഒരു പക്ഷേ മിനിമൈസൊക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാണാതാവും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിൻഡോ എപ്പോഴും ആക്റ്റീവായിട്ടുണ്ടാവും. അതിൽ കറൻറ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. കറൻറ്റ് ക്വസ്റ്റ്യൻ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഏത് സമയത്തും ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എടുക്കാം. കാരണം വേറെ സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഏതെങ്കിലും വർക്കുകളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ വിൻഡോ ചിലപ്പോൾ കാണില്ല. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഈ കറൻറ്റ് ക്വസ്റ്റ്യൻ എന്നുള്ള
ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ എടുത്ത് കാണാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ 4 ഗ്രൂപ്പുകളുണ്ട്. ഓരോ ഗ്രൂപ്പിലും 2 ചോയ്സ് ഉണ്ട്. ഇതാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1-ലെ ചോയ്സ് 1, ചോയ്സ് 2. ഇതിലേതാണ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്നത് അത് സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കുക. അത് ചെയ്തതിന് ശേഷം ഗ്രൂപ്പ് 2-ൽ നോക്കുക 2 എണ്ണം. അതിലേതാണ് ഏറ്റവും എളുപ്പമുള്ളത് അത് ചെയ്യുക. അതിനുശേഷം ഗ്രൂപ്പ് 3. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം സമയം ഇങ്ങനെ കുറഞ്ഞ് 1 മിനിറ്റേ ബാക്കിയുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ 3-ൽ തന്നെ ഇരുന്ന് കളിക്കരുത്. വേഗം ഗ്രൂപ്പ് 4 തുറക്കുകയെങ്കിലും ചെയ്യുക, അറ്റൻഡ് ചെയ്യുകയെങ്കിലും ചെയ്യുക. എന്നാൽ മാത്രമേ അവിടെ മാർക്ക് നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ 4 ഗ്രൂപ്പും നമ്മൾ ചെയ്തു, ജസ്റ്റ് അറ്റൻഡ് ചെയ്യുകയെങ്കിലും ചെയ്തു എന്നുള്ള കാര്യം ഉറപ്പിക്കുക. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.